SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ആഴ്ചയാണ് വിവാഹിതനായത്. ആ വിവാഹത്തെ സംബന്ധിച്ച് കേരളത്തിലെ ഒരു മുഖ്യധാര മാധ്യമം തന്നെ നടത്തിയിട്ടുള്ള, സോഷ്യൽ മീഡിയ അല്ല, മുഖ്യധാര മാധ്യമം മനോരമ ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് ഒക്കെ കൊള്ളാം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലയളവായി കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കന്മാർക്കെതിരെ ശക്തമായ സൈബർ ആക്രമണം, അത് ഏതെങ്കിലും രാഷ്ട്രീയ വിഷയത്തിലല്ല, മറിച്ച് കേവല വ്യക്തിപരമായും അങ്ങേയറ്റം കേട്ടാൽ അറക്കുന്ന വാക്കുകളും നുണപ്രചരണങ്ങളുമാണ് വ്യാജ പ്രൊഫൈലുകളിൽ നിന്ന് കോൺഗ്രസ്, ലീഗ്, സംഘപരിവാർ കൂട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടതും കേട്ടതുമാണ്. അല്ല, ഏറ്റവും അവസാനം SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് M ശിവപ്രസാദിനെതിരെ ഇവിടെ ഓപ്പറേഷൻ തൂഫാൻ എന്ന നിലയിൽ പുതിയ ആഭ്യന്തരമന്ത്രിയും സർക്കാരും നടപ്പിലാക്കുന്ന ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിൻ, ആ ക്യാമ്പയിൻ ഞങ്ങൾക്കെതിരാണ് എന്ന തരത്തിൽ ശിവപ്രസാദ് പ്രസ്താവന നടത്തി എന്ന നിലയിൽ വ്യാപകമായി ഒരു AI പോസ്റ്റർ പ്രചരിപ്പിച്ചു. പ്രചരിപ്പിച്ചതിൽ ബഹുഭൂരിപക്ഷവും ലീഗുകാരാണ്. പ്രചരിപ്പിച്ചതിൽ ലീഗും കോൺഗ്രസും ഈ പറഞ്ഞ UDF സംഘവുമാണ്. പലതിനും മുഖമില്ല എന്ന് മാത്രമല്ല, കേട്ടാലറക്കുന്ന ഭാഷയാണ് ഇവരൊക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവരോടൊക്കെ പറയാനുള്ളത്, ഈ അക്രമം ഇങ്ങനെ കണ്ടു നിൽക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ നേതൃത്വത്തെ ഇവരുടെ അക്രമത്തിന് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുമില്ല. ഇതാദ്യമായല്ല. DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ, സംസ്ഥാന പ്രസിഡന്റിൻ്റെ ഭാര്യ KSRTCയുടെ ചില്ലടിച്ച് തകർത്തു എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ. എന്താ സംഭവം എന്നുള്ളത് പിന്നീട് മാധ്യമങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്നു. ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ. SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ആഴ്ചയാണ് വിവാഹിതനായത്. ആ വിവാഹത്തെ സംബന്ധിച്ച് കേരളത്തിലെ ഒരു മുഖ്യധാര മാധ്യമം തന്നെ നടത്തിയിട്ടുള്ള, സോഷ്യൽ മീഡിയ അല്ല, മുഖ്യധാര മാധ്യമം മനോരമ ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് ഒക്കെ കൊള്ളാം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവരിത് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ, അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായാണ് ഇതൊക്കെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്വാഭാവികമായ പ്രതികരണം ഉണ്ടാകും. ഇവരോടൊക്കെ അങ്ങേയറ്റ സ്നേഹത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, നിയമ നടപടി സ്വീകരിക്കുക എന്ന വഴി ഞങ്ങൾ ഒരുപാട് തവണയായി ഉപയോഗിക്കുന്നു. ഇപ്പോഴും ഞങ്ങൾ അത് തന്നെ വിശ്വസിക്കുന്നു, ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷേ അതിൽ നിന്ന് അപ്പുറത്തേക്ക് കേരളത്തിലൊരു 15 ലക്ഷം SFI മെമ്പർഷിപ്പ് ഉണ്ട്, ഒരു 209 ഏരിയ കമ്മിറ്റി ഉണ്ട്, 14 ജില്ലാ കമ്മിറ്റി ഉണ്ട്, ആവശ്യത്തിൽ കൂടുതൽ യൂണിറ്റ് കമ്മിറ്റിയൊക്കെ ഉണ്ട്. ഇനി മുഖമുള്ള പ്രൊഫൈലുകൾ ഇത്തരം നുണ പ്രചരിപ്പിക്കുമ്പോൾ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി എതിർത്തോട്ടെ. ഞങ്ങൾ പറയുന്ന കാര്യത്തിന് രാഷ്ട്രീയപരമായി യോജിപ്പുണ്ടെങ്കിൽ അത് പറയാം, ഞങ്ങൾ പറയുന്ന കാര്യത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. പക്ഷേ വ്യക്തിജീവിതം, വിവാഹം പോലുള്ള കാര്യങ്ങൾ, അല്ല എങ്കിൽ പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന നിലയിൽ അങ്ങേയറ്റം നുണ പ്രചരിപ്പിക്കുക, മറ്റൊരു വ്യക്തിയെ കാണിച്ച് ഇന്ന ആളുടെ ഭാര്യയാണെന്ന് പറയുക, ഇതൊക്കെ എവിടെ എത്തുന്നു?